Hey friends, welcome to another episode of English Easy English. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ലെറ്റ് us start. They go to salary. അവർക്ക് സാലറി കിട്ടി. അവർക്ക് സാലറി കിട്ടിയോ എന്നങ്ങനെ ചോദിക്കും. Did they get salary? അവർക്ക് സാലറി കിട്ടിയോ. She came. അവൾ വന്നു. അവൾ വന്നോ. Did she come? ഈ ഒരു സെൻസ്. He went there. അവനവിടെ പോയി. അവനവിടെ പോയോ. Did he go there? ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ വന്നേക്കുന്ന ഗെറ്റ്, കം, ഗോ ഇതെല്ലാം വെർബിന്റെ ബേസ് ഫോം ആണ്, അതായത് പ്രസന്റ് ടെൻസ് ഫോം. ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, അതിന്റെ എന്താണ് അതിന്റെ റൂൾ എന്ന് നമുക്ക് നോക്കാം. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് ബേസ് ഫോം. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് ബേസ് ഫോം. ഇതാണ് അതിന്റെ റൂൾ. ഇപ്പൊ ഡു, ഡിഡ്, ഡൺ. ആ ഡു എന്നുള്ള വെർബിന്റെ 3 ഫോമാണ്. ഡു, ഡിഡ്, ഡൺ. അതിലെ ഡിഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വെച്ച് നോക്കാം. ഈ ഗോട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഡ് പ്ലസ് ഗെറ്റ്. ആ ഡിഡിനെ ഇവിടെ ഇട്ടു. ഡിഡ് ദേ ഗെറ്റ്. കെയിം ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് കം ആവും. ഡിഡ് ഷീ കം. വെന്റ് ആണെങ്കിൽ ഡിഡ് പ്ലസ് ഗോ. ഇവിടെ ഗോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒന്ന്. ഇവിടെ എല്ലാം ഈ ഡിഡ് ഒരു ഹെൽപ്പിംഗ് വെർബ്, അതായത് സഹായിക്കാനാണ് ഉപയോഗിക്കുന്നത്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട്. ഇനി ഹീ ഡിഡ് ഇറ്റ്. അവനത് ചെയ്തു. ഇവിടെ ഡിഡ് എന്ന് പറയുന്നത് മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ വരും. ഡിഡ് ഹീ ഡു ഇറ്റ്. അവൻ അത് ചെയ്തു. ഈ ഡിഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ഡു എന്നായിട്ട് മാറും. അതാണ് ഡിഡ് ഹീ ഡു ഇറ്റ്. ഇത് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അവർക്ക് സാലറി കിട്ടിയില്ലേ, അവൾ അവിടെ പോയില്ലേ, അല്ലെങ്കിൽ വന്നില്ലേ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കാം എന്നുള്ളത് കൂടെ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇല്ലേ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സാലറി കിട്ടിയില്ലേ, അവൾ വന്നില്ലേ. വളരെ എളുപ്പമാണ്. ഈ ഡിഡിന്റെ കൂടെ ഒരു നോട്ട് ചേർക്കുക. ഡിഡ് ദേ ഗെറ്റ് സാലറി. അവർക്ക് സാലറി കിട്ടിയോ. ഡിഡിൻ ദേ ഗെറ്റ് സാലറി. അവർക്ക് സാലറി കിട്ടിയില്ലേ. ഡിഡ് ഷീ കം. അവൾ വന്നോ. ഡിഡിൻ ഷീ കം. അവൾ വന്നില്ലേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഡിഡിന്റെ കൂടെ ഒരു നോട്ട് അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് തന്നെ ഡിഡിൻറ്റ് എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, അഥവാ പ്രൊനൗൺസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിഡ് ഹീ ഗോ ദെയർ. അവൻ അവിടെ പോയോ. ഡിഡിൻറ്റ് ഹീ ഗോ ദെയർ. അവനവിടെ പോയില്ലേ. അപ്പൊ ഇതിന്റെ റൂൾ എന്താണ്? ഡിഡിൻ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് ബേസ് ഫോം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു പഠിക്കുക. ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. അണ്ടിൽ മീറ്റ് അഗെയിൻ.